എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ചിലൊരു വേദന വരും. പക്ഷെ അധിക നേരം നീണ്ടു നിൽക്കുന്നില്ല എങ്കിലും നിങ്ങൾ ഉടനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. ഗൂഗിളിൽ മറ്റു കാര്യങ്ങൾ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള സിംറ്റംസിനെയാണ് കാണിക്കുന്നത് എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ ഉടനെ പേടിച്ച് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു. അവിടെ നിന്നും എല്ലാ ടെസ്റ്റുകളും കഴിയുന്നു. പക്ഷെ നിങ്ങൾക്ക് ശാരീരികമായി യാതൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങളുടെ പേടി മാറുന്നില്ല. ആ ഡോക്ടർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയോ എന്ന് നിങ്ങൾ പേടിക്കുന്നു. അതിൻ്റെ പേരിൽ വീണ്ടും മറ്റു ഡോക്ടർമാരെ കാണുന്നു, കാർഡിയോളജിസ്റ്റിനെ കാണുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നിട്ടും നിങ്ങളുടെ പേടി മാറുന്നില്ല. ഇതെന്തായിരിക്കും? ഒരു പ്രാവശ്യം നിങ്ങളുടെ തല പെട്ടെന്ന് ഒരു സൈഡിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു. തലകറക്കമാണോ എന്ന് നിങ്ങൾ പേടിക്കുന്നു. 2-3 ദിവസം നിങ്ങൾ അത് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സിംറ്റം കൂടുതൽ വരുന്നതായി തോന്നുന്നു. നിങ്ങൾ വേഗം ഒരു ന്യൂറോളജിസ്റ്റിനെയോ അതല്ലെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റിനെയോ പോയി കാണുന്നു. അവർ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് തല കറങ്ങാൻ തക്കവണ്ണം യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ കൺവിൻസ്ഡ് ആവുന്നില്ല. കാരണം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ സിംറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിംറ്റംസ് വീണ്ടും വീണ്ടും വരുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും പേടിക്കുന്നു. വീണ്ടും വീണ്ടും പേടിക്കുമ്പോൾ ആ സിംറ്റംസ് വീണ്ടും വീണ്ടും വരുന്നു. ഇതെന്തുകൊണ്ടാണ്? ശരീരത്തിലെ ഇത്തരം ലക്ഷണങ്ങളെ നമ്മൾ പേടിക്കുന്നത് കൊണ്ടും ആ പേടി കാരണം നമ്മൾ അവിടെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടും ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്ത് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞതിന് ശേഷവും അവിടെ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ പേരിൽ ഗൂഗിളും യൂട്യൂബും സെർച്ച് ചെയ്തത് കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഈ പ്രശ്നത്തെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ പ്രശ്നത്തെ പലർക്കും 6 മാസം 1 വർഷം എല്ലാം നീണ്ടു നിൽക്കും. പലർക്കും വർഷങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട്. പല ടെസ്റ്റുകളും ചെയ്യും, പല ഡോക്ടർമാരെയും കാണും. പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാവില്ല, കുറയില്ല. ഈ പ്രശ്നത്തെ നമ്മൾ ഹെൽത്ത് ആങ്സൈറ്റി എന്ന് വിളിക്കുന്നു. അതായത് എനിക്കെന്തെങ്കിലും രോഗമുണ്ടോ എന്ന പേടി, എനിക്കെന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള രോഗമുണ്ടോ എന്ന പേടി, എൻ്റെ രോഗം എന്തുകൊണ്ടാണ് ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്തത് എന്നുള്ള പേടി, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ സിംറ്റത്തിനെയും പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന, പുറത്തേക്ക് പോകാൻ കഴിയാതിരിക്കുന്ന, യാത്ര ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഇത്തരം ലക്ഷണങ്ങളെ, ഈ പ്രശ്നത്തെ നമ്മൾ ഹെൽത്ത് ആങ്സൈറ്റി എന്ന് വിളിക്കുന്നു. ഇത് വളരെ സാധാരണ ഒരു വിഷയമാണ്. ഞാൻ നിങ്ങളെ അഷ്വർ ചെയ്യാൻ ആദ്യം തന്നെ ആഗ്രഹിക്കുന്നത് ഇതൊരു സാധാരണ സംഭവമാണ്. നിങ്ങൾ ഡോക്ടർമാരെ കാണുന്നു, ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇതേപോലെ സിംറ്റംസ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇങ്ങനെയുള്ള ആങ്സൈറ്റി, ഹെൽത്ത് ആങ്സൈറ്റി ഒരു കാരണവശാലും മറ്റ് രോഗങ്ങൾക്ക് കാരണമാവുന്നില്ല, മറ്റ് ശാരീരിക രോഗങ്ങൾക്കും കാരണമാവുന്നില്ല. കൃത്യമായ ചികിത്സയോ അതല്ലെങ്കിൽ തെറാപ്പിയോ എടുത്താൽ, കൃത്യമായ മരുന്നുകളോ അതല്ലെങ്കിൽ തെറാപ്പിയോ എടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പ്രശ്നം മാറ്റിയെടുക്കുവാൻ കഴിയും. ഈ വീഡിയോയിൽ ഇതിനെ ഒഴിവാക്കാൻ, ഹെൽത്ത് ആങ്സൈറ്റി ഒഴിവാക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 7 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഹെൽത്ത് ആങ്സൈറ്റി പരിഹരിക്കാൻ, നിങ്ങൾക്ക് തന്നെ ഒരു പരിധിവരെ പരിഹരിക്കാൻ 7 പ്രധാനപ്പെട്ട ടിപ്സാണ്. ഒന്നാമത്, ഗൂഗിൾ ഡോക്ടറിനെ ഉപേക്ഷിക്കുക. ഗൂഗിൾ ആണെങ്കിലും ഏതെങ്കിലും AI ചാറ്റ് ബോട്ട് ആണെങ്കിലും വേറെ ഏത് സെർച്ച് എഞ്ചിൻ ആണെങ്കിലും യൂട്യൂബ് പോലെയുള്ള വീഡിയോ പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും അവിടെ നിങ്ങളുടെ ഈ ലക്ഷണങ്ങളെ സെർച്ച് ചെയ്ത് അതിൽ നിന്നും കൺഫ്യൂഷൻ കൂട്ടുന്നത് കുറയ്ക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക. കാരണം അത് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം കൂട്ടും എന്നുള്ളതല്ലാതെ ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. രണ്ടാമത്, ശാരീരിക ലക്ഷണങ്ങളുടെ കാരണം മനസ്സിലാക്കുക. പേടി കൊണ്ടാണ് ലക്ഷണങ്ങൾ വരിക. ലക്ഷണം വരുമ്പോൾ നിങ്ങൾ കൂടുതൽ പേടിക്കുന്നു. കൂടുതൽ പേടിക്കുമ്പോൾ കൂടുതൽ അഡ്രീനാലിനും അതിൻ്റെ കൂടെ കൂടുതൽ കോർട്ടിസോളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആ ലക്ഷണം കൂടുന്നു. വീണ്ടും കൂടുമ്പോൾ നിങ്ങൾ വീണ്ടും പേടിക്കുന്നു. വീണ്ടും നിങ്ങൾക്ക് ആങ്സൈറ്റി വർദ്ധിക്കുന്നു. വീണ്ടും ലക്ഷണങ്ങൾ കൂടുന്നു. ഇതൊരു ചാക്രിക പ്രക്രിയയായി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ സിംറ്റംസ് എല്ലാ രീതിയിലും ഡോക്ടർമാർ ചെക്ക് ചെയ്തതാണെന്നും ഇതൊരു കാരണവശാലും എൻ്റെ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല എന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കി ആ സമയത്ത് അത് പോസിറ്റീവായി റിപ്പീറ്റ് ചെയ്ത് ലക്ഷണങ്ങളെ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
മൂന്നാമത് നിങ്ങളുടെ ചിന്തകളെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഹൃദയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന ചിന്ത വരുമ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തതാണ്, എൻ്റെ ഹൃദയത്തിന് യാതൊരു കുഴപ്പവുമില്ല, അതെനിക്ക് 100% ഉറപ്പാണ് എന്ന് ചലഞ്ച് ചെയ്യുക. എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഡോക്ടർ ടെസ്റ്റ് ചെയ്തതാണ്, എനിക്ക് ക്യാൻസർ ഇല്ല എന്നും ഭാവിയിൽ ക്യാൻസർ വരുമോ എന്ന ചോദ്യത്തിന് തൽക്കാലം പ്രസക്തിയില്ല എന്നും മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക, ചലഞ്ച് ചെയ്യുക. ഇതൊരു ദിവസം തന്നെ പല പ്രാവശ്യം ചെയ്യാം. അടുത്തത് ആശങ്കാ സമയം, അതായത് വറി ടൈം അല്ലെങ്കിൽ വറി വിൻഡോ എന്നുള്ളതൊന്ന് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയം അരമണിക്കൂർ നേരത്തേക്ക് കുത്തിയിരുന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് വിഷമിച്ചു കൊണ്ടേയിരിക്കൂ ഒരു സമയം. ബാക്കിയുള്ള സമയം അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനുള്ള സാഹചര്യം അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു വിദഗ്ധ ആരോഗ്യ പരിശോധകനായ ഡോക്ടർ നിങ്ങളെ ടെസ്റ്റുകളെല്ലാം എടുത്ത് പരിശോധിച്ച് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ആ ഡോക്ടറെ 100% വിശ്വസിക്കുക എന്നുള്ളതും ഇതിൻ്റെ അടുത്ത വഴിയാണ്. നിങ്ങളത് ചെയ്തേ പറ്റൂ. റിലാക്സേഷൻ വ്യായാമങ്ങൾ നിങ്ങളെ വളരെയധികം സഹായിക്കും. ബ്രീത്തിങ് ടെക്നിക്സ് ഉപയോഗിക്കാം. എക്സസൈസ് ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ്. അതേപോലെ തന്നെ ഭക്ഷണ ക്രമീകരണം, നല്ല നല്ല വീഡിയോകൾ കാണാം, കോമഡി വീഡിയോകൾ കാണാം. അതേപോലെ വീട്ടുകാരുമായി സംവദിക്കാൻ സമയം കണ്ടെത്താം, സുഹൃത്തുക്കളുമായി സംവദിക്കാൻ സമയം കണ്ടെത്താം. ഇതെല്ലാം നിങ്ങളെ റിലാക്സ് ചെയ്യുന്നു. മൈൻഡ്ഫുൾനെസ് ചെയ്യുമ്പോഴും നിങ്ങൾ റിലാക്സ് ആകുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏഴാമതായി, നിങ്ങൾ ഒരു കാരണവശാലും ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു മാനസിക രോഗിയായി മാറുന്നില്ല. സഹായം തേടുക എന്നുള്ളത് ഒരു ധൈര്യമായിട്ടാണ് കാണേണ്ടത്, ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് കാണേണ്ടത്. സഹായം തേടുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ അതല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ സഹായം തേടിയാൽ നിങ്ങൾക്കൊരു പക്ഷേ ഈ പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്ന ആ സമയത്തേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ശരീരം നിങ്ങളോട് ലക്ഷണങ്ങളുടെ സഹായത്തോടു കൂടി സംസാരിക്കുന്നത് പേടി കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായതുകൊണ്ടാണ്. അത് മനസ്സിൻ്റെ അസ്വസ്ഥത നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങൾ പേടിച്ചാൽ അസ്വസ്ഥമായ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവും എന്നും കൂടി മനസ്സിലാക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് ഏവർക്കും നന്ദി. നമസ്കാരം.